സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ, അവർക്ക് ഒരു മുസ്ലിം ലീഡർ ഇന്ത്യക്ക് പുറത്തുള്ളൊരു കാര്യം, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാജയം സമ്മതിച്ച ഒരു സംഗതിയിൽ വിജയം നേടാൻ പോകുന്നു എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമാണ്. ഇന്ത്യക്ക് പുറത്തെവിടെയും നയതന്ത്രത്തിൻ്റെ കരങ്ങൾ കൊണ്ടുപോയി ശക്തി തെളിയിക്കാൻ കഴിവുള്ള രാഷ്ട്രനായകൻ ഇന്ത്യ ഭരിക്കുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയും നമുക്ക് പ്രഷർ ചെയ്യാനും നമ്മുടെ തീരുമാനം നടപ്പിലാക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ എന്ന നമ്മുടെ ഒരു പൗരൻ അവിടെ ജയിലിൽ പെട്ടുപോകുന്നു, അവരെ തൂക്കിക്കൊല്ലാൻ പോകുന്നു, ഒന്നും ചെയ്യാനില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണ്. സുപ്രീം കോടതി പോലും അത് കണ്ട് വേദനിച്ചു. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കോടതി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതൻ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുകയും വധശിക്ഷ നീട്ടിവെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു എന്താണ് കൊള്ളൽ എന്ത് മാത്രം വലുതായിരിക്കും. അതാണ് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു മുസ്ലിം ലീഡർ ഇടപെടുന്നു. രണ്ടാമത്തേത്, ഞങ്ങളുടെ ഗവൺമെൻറ് പരാജയപ്പെട്ടവരിടത്താണ് അയാൾ ഇടപെടുന്നത് എന്ന തികച്ചും വർഗീയമായ അവരുടെ ഫ്രസ്ട്രേഷനാണ് ഈ നിലയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണണം. ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ്റിന് ഇപ്പം നേരത്തെ ആജിംസ് പറഞ്ഞു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. കാരണം മറ്റൊരു രാജ്യമാണ്, ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ് കേട്ടോ. ആ കേസ് എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിനെ കൊന്ന്, മയക്കുമരുന്ന് അധികമായി കൊടുത്ത് കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന കുറ്റമാണ് ഇത്. ഇവിടെ ഭർത്താവിന് രേഖയുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ വാദം അയാൾ വ്യാജമായി രേഖയുണ്ടാക്കി എന്നാണ്. അയാൾ വ്യാജമായി രേഖയുണ്ടാക്കിയെന്നാണ് അവിടുത്തെ കേസ്, അവരുടെ ഭർത്താവാണെന്നുള്ളതാണ്. അപ്പോൾ ആ കേസ് ഇവിടെ മാത്രമല്ല, അവിടെയും വൻ കോളിലൊക്കെ ഉണ്ടാക്കുകയും അതിവൈകാരികത സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായി കുടുംബം ഇപ്പോഴും അഡമൻ്റായി നിൽക്കുകയാണ്. ഒരു നിലയ്ക്കും മാപ്പ് കൊടുക്കാൻ കഴിയില്ല, ഒരു പൈസയും വേണ്ടെന്ന്. കാരണം അത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ടാക്കി. ഒന്നാമത്തെ കാര്യം, വിദേശിയായ ഒരാൾ വന്ന് അവിടുത്തെ ഒരു സ്വദേശിയെ കൊന്ന കേസ് കൂടിയാണല്ലോ. അത്രയും ക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ വളരെ കർക്കശമായി സമീപിക്കുകയും അതിലേക്ക് അവർ അന്തിമമായ വിധിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു നിയമ സംവിധാനത്തിനകത്ത് ഇടപെടുന്നതിന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു പരിമിതിയുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന അത്ര ലിമിറ്റഡാണ്, അതിനപ്പുറം ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം അതാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് എന്താണ്? ഇതുപോലെയുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലും സമവായത്തിൻ്റെ സാധ്യത. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ആ സാധ്യത പോലും ഇല്ല. ഇന്ത്യയിൽ കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഈ പറയുന്ന പോലെ കുടുംബത്തെ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയും. ആ സ്പേസ് അവിടെ ബാക്കി കിടപ്പുണ്ട്. അതിലിടപെടാൻ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായ പരിമിതികളുണ്ടാവും. അപ്പോൾ അവിടെ ആർക്കാണ്? ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പല പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ GCCയിലൊക്കെ ആണെങ്കിൽ MA യൂസഫ് അലിയൊക്കെ ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടല്ലോ, പല കാര്യത്തിലും വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ. അതുപോലെ അവിടെ ആർക്കാണോ ഇടപെടാൻ കഴിയുന്ന അയാളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഇത് പ്രയോജനപ്പെടുത്താൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകൾ വരികയോ അദ്ദേഹം ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയോ ചെയ്തു. അതിനടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിന് ഒന്ന് ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാർത്തയായി വരികയും അതിൻ്റെ പേരിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യക്ക് പുറത്ത് സ്വാധീനമുള്ള, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇടപെടാൻ ശേഷിയുള്ള ഒരു വലിയ ഒരു ഫിഗറാണ് എന്ന സംഗതി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഇഷ്ടപ്പെടില്ല. കാരണം ഇവിടെ ഒരു ഫിഗറേ പാടുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ഇടപെടാൻ ശേഷിയുള്ള ഒറ്റ ഫിഗറേ ഇന്ത്യയിൽ പാടുള്ളൂ. അത് ആദരണീയനായിട്ടുള്ള ഞങ്ങളുടെ ജിയാണ്. അതിനപ്പുറം വേറെ ആരും ഇടപെടാൻ പാടില്ല. ആ പ്രശ്നം കാണിക്കുകയാണ്. അതിനിപ്പോൾ ഒരു കാര്യമുള്ളത്, ഇതിൽ തന്നെ കാന്തപുരം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിൽ പണിയെടുത്ത എല്ലാവർക്കുമുള്ള അഭിവാദ്യം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കുറേ ആളുകൾ എന്തായാലും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മാത്രമെന്ന് പറയാൻ പറ്റില്ല, കുറേ ആളുകൾ പല വഴിക്ക് ശ്രമിച്ചിട്ടുണ്ടാവും. അതിലിപ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അതിനകത്ത് കാര്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നത് കേട്ടു. അങ്ങനെ വേറെ ആരൊക്കെ എഴുതിയും കണ്ടിട്ടുണ്ട്. ഇടപെട്ടിട്ടുണ്ടാവും, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാവും. എനിക്ക് അതിനെക്കുറിച്ച് കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എങ്ങനെയാണ് ഇടപെട്ടത് അത് പറയണമല്ലോ. അദ്ദേഹം വിവിധ രാഷ്ട്ര നേതാക്കളുമായിട്ട് സംസാരിച്ചു, കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറയുന്നു. ഏത് രാഷ്ട്ര നേതാവിനെ കണ്ടു? ആ രാഷ്ട്ര നേതാവ് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ, ഈ പറഞ്ഞ ട്രൈബൽ സെക്ടറിൽ ഇടപെട്ടത്? ആരോടാണ് സംസാരിച്ചത്? ഇതിൽ വ്യക്തത വരുത്തണം. ഇപ്പോൾ കാന്തപുരം എങ്ങനെയാണ് ഇടപെട്ടെന്ന് ചോദിച്ചാൽ, കാന്തപുരം അവിടുത്തെ ഒരു സൂഫി പണ്ഡിതൻ, അയാളുടെ പേര് നമുക്കറിയാം, അയാളെയും നമുക്കറിയാം. അയാൾ എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പ്രതിനിധികളെ ചുമതലപ്പെടുത്തിയത്? നമുക്കതിനൊരു റൂട്ട് ക്ലിയറാണ്. ഈ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ, ആര് വഴി, എങ്ങനെ, ഏത് റൂട്ടിൽ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വ്യക്തത കിട്ടിയാണ്. ഇനി അദ്ദേഹം ഇടപെട്ടെങ്കിൽ അത് തള്ളിക്കളണം എന്ന് നിർബന്ധബുദ്ധിയൊന്നും നമുക്കില്ല. പക്ഷേ പറയണം. കേന്ദ്ര സർക്കാർ തന്നെയും പരമാവധി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് പോയി കോടതിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തി കാണിച്ച ഒരു ഭരണകൂടം ഇപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അതൊരു ഈഗോ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് ആരെയാണ്, ഏത് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാര്യം. അതിനകത്തും എല്ലാവരും ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. അയ്യോ കാന്തപുരം കൊണ്ടുപോകുന്നത് എന്ന ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർ എന്തൊക്കെയോ വാചകങ്ങളും വെറിയും വിദ്വേഷമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം മേലെ കേരളത്തിൻ്റെ പൊതുവികാരം നമ്മളിന്ന് കാണുന്നുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളിലുള്ള ആൾക്കാർ, ആ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, മനുഷ്യത്വമുള്ള മനുഷ്യർ, കാന്തപുരം അദ്ദേഹം തന്നെ ഇന്ന് ഒരു പൊതുവേദി പ്രസംഗം പറയുന്നുണ്ട്.
ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും അല്ല എന്ന സന്ദേശം കൊടുക്കാൻ കൂടിയാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു വിജയം നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യരും അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ പ്രശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്വാക്കുകൾ എഴുതുന്ന ആൾക്കാർ. ഇത് കേസ് മാറ്റി വെച്ചാൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള ചില ഇഞ്ചക്ഷൻസാണ്. നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന്, നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുന്നവരാണെന്ന്, പരസ്പരം സഹായിച്ചിട്ടല്ലാതെ ഒരാൾക്കും ഒരു ജനതയ്ക്കും അതിജീവിക്കാൻ കഴിയില്ല എന്ന്. അതിപ്പോൾ ചിലപ്പോൾ സഹായിക്കാൻ കഴിയുന്നത് കാന്തപുരത്തിനായിരിക്കും, നാളെ കാന്തപുരത്തെ സഹായിക്കാൻ കഴിയുന്ന വേറെ ആൾക്കായിരിക്കും. അങ്ങനെ പരസ്പരം കലർന്നും സഹായിച്ചുമല്ലാതെ ഈ ജനതയ്ക്ക് അതിജീവനം സാധ്യമല്ല എന്ന് വെറുപ്പിൻ്റെ വിദ്വേഷ വണ്ടിക്കാരെ ചവിട്ടി പുറത്താക്കണം എന്ന് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അതിൽ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഇന്ന് കാന്തപുരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യണം. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ എന്തെങ്കിലും ഗുണം അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടുന്ന ഒന്നല്ല, പൈസ കിട്ടുന്നതല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽപ്പെട്ട ആളല്ല, ഇനി കുറച്ചുകൂടെ കടത്തി പറഞ്ഞ് വിദ്വേഷക്കാരുടെ ഭാഷ ബന്ധത്തിന് സമുദായത്തിൽപ്പെട്ട ആളല്ല. എന്നിട്ടും അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയെ ആരോഗ്യകരമായും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും നിലനിർത്താൻ കഴിയുന്ന ഒരു മഹത്തായ മനോഹരമായ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടെ നമുക്ക് നിൽക്കാം, മറ്റുള്ളവരെ നമുക്ക് പുറത്താക്കി കളയാം.